ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ഇത് 3rd മൊഡ്യൂളാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് ശരിക്കും കോളേജിൽ തന്ന ഇതനുസരിച്ച്. പക്ഷേ നമ്മുടെ ഇനിയുള്ള മൊഡ്യൂളുകൾ കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂൾ കുറച്ചും കൂടി ഉണ്ട്. ഇതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ റാൻഡം വേരിയബിളൊക്കെയാണ് ഇതിന് മുമ്പ് പ്രോബബിലിറ്റിയും അതിന് കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ, റാൻഡം എക്സ്പെരിമെൻറ്റ്, റാൻഡം വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വരെ റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, അതായത് എക്സിൻ്റെ വാല്യൂ, എക്സ് ആണ് റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. റാൻഡം വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഇപ്പോൾ നമ്മൾ എക്സ്, ഇപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് വരാനുള്ള 0 അല്ലെങ്കിൽ 1, ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവാം, എക്സിൻ്റെ വാല്യൂ 1 ആവാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, അതായത് എക്സിൻ്റെ വാല്യൂ 0 ആവാനും എക്സിൻ്റെ വാല്യൂ 1 ആവാനും, ഇപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ്, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ അത് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലും ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെഫിനേഷൻ നോക്കാം. ബൈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ, റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേരിയബിൾ എക്സ് വി മീൻ ദ അസൈൻമെൻറ്റ് ഓഫ് പ്രോബബിലിറ്റീസ് ടു ഓൾ ഇവൻറ്റ്സ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് this random variable. Now we shall discuss the probability distribution in the case of discrete as well as continuous random variable. അപ്പോൾ ഓരോ ഇവൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസിൻ്റെ പ്രോബബിലിറ്റീസാണ് നമ്മളതിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി ഡിസ്ക്രീറ്റ് കേസിൽ നമുക്ക് എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡിസ്ക്രീറ്റ്, ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ സിംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ആർ വി എന്ന് വെച്ചാൽ റാൻഡം വേരിയബിൾ ആണ്, ഈസ് എ ലിസ്റ്റ് ഓഫ് ദ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് of xi of x with their associated probabilities. Small letter f of xi is equal to p of x equal to xi. xൻ്റെ വാല്യൂ xi ആവുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ f of x ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. Thus let x be a discrete random variable assuming the values x1, x2, etc. xn from the real line. Let the corresponding probabilities f of x1, f of x2, etc. f of xn. Then p of xi equal to f of xi. ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ, അതായത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ അത് എടുക്കുന്ന വാല്യൂ ആണ് എക്സ് ഐ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഐ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് കോൾഡ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ഐനെ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, ഡിസ്ക്രീറ്റ് കേസിലാണ് ഈ മാസ് എന്നുള്ള വേർഡ് വരുന്നത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയണം. അത് എക്സിന് എക്സ് ഐ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് വാല്യൂവിലുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഐ. ഈ എഫ് ഓഫ് എക്സ് ഐ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ്, എഫ് ഓഫ് എക്സ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ. ദെൻ സിഗ്മ എഫ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ കണ്ടതാണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം വാല്യൂസ്. അതുപോലെ തന്നെ സിഗ്മ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് മേ ബി സ്റ്റേറ്റഡ് എയ്തർ ഇൻ ദ ഫോം ഓഫ് ടേബിളായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാം അതിൻ്റെ പ്രോബബിലിറ്റി, ഓർ ദ ഫോർമുല, ഒരു ഫോർമുലയായിട്ട് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. The formula gives f of x in terms of x which represents p of x equal to x. അപ്പോൾ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ p of x equal to x എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ ടേബിളിലെ വാല്യൂസ് കാണിക്കും. ദെൻ നെക്സ്റ്റ്, ഈ കണ്ടിന്യൂസ് കേസിലാണ്. അപ്പോൾ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റ് കേസസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ്. അപ്പോൾ കണ്ടിന്യൂസ് കേസിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് ഇഫ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യണത് എക്സിനും
എക്സ് പ്ലസ് ഡി എക്സിനും. ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഇടയിലാണ് വാല്യൂ ചെയ്യണത്. ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. Then f of x is called probability density function, that is PDF of continuous random variable. അപ്പോൾ PDF ഇവിടെ നോക്കുക, PDF ആണ്, മറ്റേത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ്, PMF ആയിരുന്നു. ഡിസ്ക്രീറ്റ് കേസിൽ PMFും കണ്ടിന്യൂസ് കേസിൽ നമ്മൾ ആ ഫംഗ്ഷനെ PDF എന്ന് പറയാം, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പ്രൊവൈഡഡ് ഇറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ. ഇതിലും കണ്ടീഷൻസ് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്, ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അവിടെ സിഗ്മ ആയിരുന്നു, ഇവിടെ ഇൻ്റഗ്രൽ ആണ്. ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. -∞ തുടങ്ങി ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ കർവ് വേരി ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ ഏരിയ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ ഡെഫിനീഷൻസ് രണ്ടും കണ്ടിന്യൂസിന് ഡിസ്ക്രീറ്റ് കേസിൽ നോക്കാം. അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും നോക്കാം. നെക്സ്റ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷനിലുള്ള രണ്ട് റിസൾട്ടുകളാണ്. റിസൾട്ട് 1 പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണെങ്കിൽ, അതുപോലെ തന്നെ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിലും പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓരോ കേസും ആദ്യത്തേൽ ഈക്വൽ കേസില്ല, രണ്ടാമത്തേൽ ബിക്ക് മാത്രം ഈക്വലായിട്ട് വന്നു, അടുത്തതിൽ എ മാത്രം ഈക്വലായിട്ട് വന്നു, നാലാമത്തെ കേസിൽ രണ്ടും പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ എല്ലാ കേസിലും നമ്മൾ അതിൻ്റെ എഫ് ഓഫ് എക്സിന് ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണ്? എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഈ 4 കേസിനും കറസ്പോണ്ടിങ് നമ്മുടെ PDF എന്ന് പറഞ്ഞാൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻക്ലോസ് ബിറ്റ്വീൻ ദ ഓർഡിനേറ്റ് ഡ്രോൺ അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. എക്സിൻ്റെ വാല്യൂ എ തുടങ്ങി ബി വരെ വേരി ചെയ്യുമ്പോൾ ആ ഏരിയ, അതിനിടയിലുള്ള ഏരിയ കർവിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ കർവിൻ്റെ ഏരിയയാണ് നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റിയായി ഡിഫൈൻ ചെയ്യുന്നത്. Result 2, probability that a continuous random variable x will assume a particular value is 0, that is p of x equal to a equal to 0. അതായത് ഒരു കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എ തുടങ്ങി ബി വരെയുള്ള റേഞ്ച്. ഇവിടെ എക്സ് ഈക്വൽ ടു എ ആണ്, എപ്പോഴും അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും ആ കർവ് എന്ന് പറയുന്ന ഏരിയ, കർവിൻ്റെ ഏരിയ ഉണ്ടായിരിക്കും, അപ്പോൾ അത് 0 ആയിരിക്കും. Here also we can sketch the graph of f of x. The curve so obtained is called probability curve. f of xൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കർവിനെയാണ് probability curve. And we can note that the total area under the probability curve is 1. അപ്പോൾ ടോട്ടൽ ഏരിയ, കർവിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഇപ്പോൾ കണ്ടു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ റാൻഡം വേരിയബിൾ. The distribution function is also called cumulative probability distribution function or cumulative probability function. അതായത് പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നോക്കാം. ഫോർ എനി റാൻഡം വേരിയബിൾ എക്സ്, ദ ഫംഗ്ഷൻ ഓഫ് ദ റിയൽ വേരിയബിൾ എക്സ് ഡിഫൈൻഡ് ആസ് എഫ് എക്സ് ഓഫ് എക്സ് equal to p of x less than or equal to x is called cumulative probability distribution function or simply cumulative distribution function. Cumulative distribution CDF of x. We can note that the probability distribution of a random variable x is determined by its distribution function. If x is a discrete random variable with Pm of p of x, then the cumulative distribution function is defined as fx of x equal to p of x less than or equal to x, that is -∞ to sigma -∞ to x p of x. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഒരു റാൻഡം വേരിയബിളിൻ്റെ വിത്ത് പി എം എഫ് എഫ് ഓഫ് എക്സ് പി എം എഫ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അത് ക്യാപിറ്റൽ ലെറ്റർ എഫ് എക്സ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എക്സ് വരെയുള്ള വാല്യൂസ്, ആ സ്മോൾ ലെറ്റർ എക്സ് വരെയുള്ള വാല്യൂസിൻ്റെ പ്രോബബിലിറ്റീസ് ക്യുമുലേറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ -∞ തുടങ്ങി എക്സ് വരെയുള്ള ആ എക്സ് എന്ന് പർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ എക്സ് 2ഓ 1ഓ 3ഓ എത്ര വരെയുള്ള വാല്യൂസിൻ്റെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ
ഒരു പർട്ടിക്കുലർ നമ്പർ വരെ ഉള്ളതിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യുന്നതിനെയാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അത് ക്യാപിറ്റൽ ലെറ്റർ എഫ് എക്സ് ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് കേസിലാണ് സിഗ്മ വരുന്നത്. അതിൻ്റെ കണ്ടിന്യൂസ് കേസ് എന്തായിരിക്കും? ഇഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ പി ഡി എഫ് നേരത്തെ പി എം എഫ് ആയിരുന്നു, ഇവിടെ പി ഡി എഫ് എഫ് ഓഫ് എക്സ്. ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എഫ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു that is equal to minus infinity to x f of integral minus infinity to x f of x dx. ഇവിടെ നോക്കാം, നമ്മൾ പി ഡി എഫിനാണ് എഫ് ഓഫ് എക്സ്, അതുപോലെ പി എം എഫ് പി ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും റാൻഡം പി എം എഫ് നമ്മൾ എഫ് ഓഫ് എക്സ് തന്നെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെയുള്ളതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസിൽ ഇൻ്റഗ്രൽ വരും. ഡിസ്ക്രീറ്റ് കേസിൽ അതിൻ്റെ സിഗ്മയാണ് വരുന്നത്. For convenience, we will write fx of x as f of x or f. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ചില കേസിൽ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് എഴുതും, അല്ലെങ്കിൽ എഫ് എന്ന് എഴുതും. നമ്മളുടെ ഇതിൽ മൊത്തം എഫ് ഓഫ് എക്സ് സ്മോൾ ഈ രണ്ടാമത്തെ നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പി എം എഫും പി ഡി എഫും, പി എം എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എന്തായിരുന്നു? ഇപ്പോൾ സിഗ്മ കേസിലാണ് പി എം എഫ് ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ പി ഓഫ് മറ്റേ കണ്ടിന്യൂസ് കേസിൽ ഇൻ്റഗ്രലാണ് നമ്മൾ എടുക്കണം. പി ഡി എഫ് എടുക്കുന്നത് ഇൻ്റഗ്രലിൽ 1 ആവണം. അതുപോലെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം. പി എം എഫിൻ്റെ കേസിൽ അങ്ങനെ തന്നെ സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം അതുപോലെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് ഉണ്ട്. അത് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഫംഗ്ഷനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ആഡ് ചെയ്തിട്ട് അതുപോലത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.